ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്ന് പറയുമ്പോ ആ സ്ഥലത്തിന് പേരില്ലേ? ഞാൻ കൊച്ചിയിലാ അപ്പു. ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. അല്ല, എന്താ അപ്പു വിളിച്ചത്? അത് പറയാം. കൊച്ചിന്ന് താൻ എപ്പോ ഇവിടെ ലാൻഡ് ചെയ്യും? അത് ഇപ്പൊ പറയാൻ പറ്റില്ല അപ്പു. ചിലപ്പോ 2-3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നേക്കാം. അല്ല, എന്താ കാര്യമെന്ന് പറയാ അപ്പു? ശരി, താൻ കൊച്ചിയിൽ വിരുന്ന് പാർത്ത് സൗകര്യം പോലെ തിരിച്ചു വന്നാ മതി. തന്റെ ഫ്രണ്ടില്ലേ സാംകുട്ടി, അവനിപ്പോ എവിടെയുണ്ട്? അതിപ്പോ അതെനിക്കറിയില്ല. അവനെ ഞാൻ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായി. എന്താ അപ്പു താനിപ്പോ അവനെ തിരക്കുന്നത്? എങ്കിലേ ഞാൻ ഇന്നലെ അവനെ കണ്ടിരുന്നു. കാണുക മാത്രമല്ല, അവന്റെ ഒരു മനോഹര പ്രകടനത്തിന് സാക്ഷിയാവുകയും ചെയ്തു. പ്രകടനവും കഴിഞ്ഞ് അവൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ബുള്ളറ്റിലാ കയറി പോയത്. ആ ഫ്രണ്ടിനെ താൻ അറിയും, പാക്കരനെന്നാ ഞാൻ അവനെ കളിയാക്കി വിളിക്കുന്നത്. മോനെ അരുൺ ഭാസ്കറെ, നീയും സാംകുട്ടിയും ചേർന്നാണ് ഇന്നലെ ആ കലാപരിപാടി അവിടെ അരങ്ങേറിയതെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ സമ്മാനമായിട്ട് അവനൊരു എവർ റോളിംഗ് ട്രോഫി ഇവിടെ പാഴ്സൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ ക്ഷണിക്കാനാ തന്നോട് ഞാൻ അവരെ നമ്പർ ചോദിച്ചത്. കൂട്ടത്തില് തനിക്കുണ്ട് ഒരു പ്രോത്സാഹന സമ്മാനം. അതെ, ഞാൻ നേരിട്ട് ഏൽപ്പിച്ചോളാം. അപ്പോ താനിത് വലിയൊരു ഇഷ്യൂ ആക്കണ്ട. ഇന്നലെ സാംകുട്ടി ബിയർ കഴിച്ച് ഇത്തിരി ഓവറായിപ്പോയി. അവൻ എത്ര ബിയർ കഴിച്ചാലും അവന്റെ അമ്മച്ചയും പെങ്ങളെയും കണ്ടാ ഓവറാവോ പാക്കര? പിന്നെന്താ, മറ്റു പെണ്ണുങ്ങളെ കാണുമ്പോ അവനൊരിളക്കം. അവൻ ആതിരെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമെന്ന് പറഞ്ഞല്ലോ. അതിനുവേണ്ടി ആതിര അവന്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ആതിര മാത്രമല്ല, അവളുടെ ബ്രദറും, പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് കുറച്ച് പോലീസുകാരും ഉണ്ടാവും. ഒരു ഭംഗിക്ക്. എല്ലാരും കൂടി എപ്പോ വരണമെന്നറിയാൻ അവനൊന്ന് വിളിക്കണം. സോറി അപ്പു. എടോ, താനിപ്പോ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കരുത്. അവൻ കള്ളും പുറത്ത് എന്തോ അബദ്ധം കാണിച്ചു പോയതിന് താനും തന്നെ ഫ്രണ്ട്സ് ആവുന്ന ഇഷ്യൂ ആക്കരുത്. അവന് വേണ്ടി ഞാൻ തന്നോട് സോറി ചോദിക്കുന്നു. ഓ, അവന് വേണ്ടി നീ മാപ്പ് സ്പോൺസർ ചെയ്യേണ്ട പാക്കര. ഒരു ദിവസത്തെ സമയം ഞാൻ തരും. അതിനുള്ളിൽ അവൻ ആതിരയോട് നേരിട്ട് വന്ന് പരസ്യമായിട്ട് സോറി പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ ഫലം അവൻ മാത്രമായിരിക്കില്ല അനുഭവിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ അപ്പു, ഞാൻ സമ്മതിക്കുന്നു. നാളെ ഞാൻ കൊണ്ടുവരാൻ സാംകുട്ടിയെ. അവൻ സോറി പറയും. ഞാൻ പറയിക്കാം അവനെ കൊണ്ട്. നമുക്ക് വഴക്കും പിണക്കും ഒന്നും വേണ്ടപ്പോ. നല്ല ഫ്രണ്ട്സായി ജോളിയായിട്ട് പോകുന്നേ. എന്താ? ആദ്യം നീ അവനെ നേരിട്ട് കൊണ്ടുവാ. അത് കഴിഞ്ഞ് നമുക്ക് ജോളി ആവണോ വേണ്ടോ എന്ന് ആലോചിക്കാം. എങ്ങനെയുണ്ട്? ഇപ്പോ പൾസ് റേറ്റ് നോർമലാ ഡോക്ടർ. പനിയൊന്നുമില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഡോക്ടർ. റെസ്റ്റ് എടുക്കട്ടെ. എന്തൊരു രേണുക, രാവിലെ യോഗയ്ക്കും പ്രേയറിനൊന്നും രേണുക കണ്ടില്ലല്ലോ. വീണ്ടും മടി പിടിച്ചോ? അതൊന്നും പറ്റില്ല. നമ്മൾ രണ്ടുപേരും കൂടി മനസ്സിൽ നിന്ന് ആ മടിയൻ കസരെടുത്ത് കളഞ്ഞതല്ലേ. പിന്നെ ഞാനറിയാതെ എന്തിനാ വീണ്ടും പോയി അത് എടുത്തുകൊണ്ടുവന്നത്? ഇനി ക്ലാസ് മുടക്കോ? പറ. അങ്ങനെ തലയായിട്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഇല്ലെന്ന് ഉറപ്പിച്ച് പറയണം. ഇല്ല, ഇനി മുടങ്ങില്ല. വെരി ഗുഡ്. എന്താ രാവിലെ ഒരു മൂഡ് ഔട്ട്? ആരെങ്കിലും വഴക്ക് പറഞ്ഞു? ഒന്നുമില്ല. പിന്നെ തറവാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ഇല്ല, ആരും വിളിച്ചില്ല. പിന്നെ എന്താ പറ്റിയെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. രേണുകയെ ഒരാൾ അന്വേഷിച്ചു. മിസ്റ്റർ പണിക്കര് പറഞ്ഞപ്പോഴ് രേണുക രാവിലെ യോഗയും പ്രേയറും അറ്റൻഡ് ചെയ്തില്ലെന്ന് ഞാൻ അറിഞ്ഞത്.
അയാളെന്തിനാ എന്റെ കാര്യം അന്വേഷിക്കുന്നേ? അത് അവർക്ക് ഇഷ്ടാവില്ല. ആർക്ക്? ആരുടെ കാര്യം അറിയാണ് ഉദ്ദേശിച്ചത്? അയാളുടെ ഒപ്പമുള്ള സ്ത്രീക്ക്. ഞാൻ അയാളോട് സംസാരിക്കുന്നത് ആ സ്ത്രീക്ക് ഇഷ്ടമല്ല. എന്തിനാ വെറുതെ? ഏയ്, ആ സ്ത്രീ ഒരു പാവ. തന്നെ അവർക്ക് വലിയ കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഗീതാ മാഡത്തിനെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാത്തത് കൊണ്ട് രേണുക്ക് അങ്ങനെ തോന്നുന്നത്. ആക്ച്വലി അവരൊരു പാവം സ്ത്രീയെ, രേണുയെ പോലെ തന്നെ. ആട്ടെ, ഈ പണിക്കരാളെങ്ങനെ? രേണുക്ക് എന്ത് തോന്നുന്നു? അയാളെ രേണുക്ക് ഇതിനു മുമ്പ് പരിചയമുണ്ടോ? പരിചയമില്ലെങ്കിൽ വിട്ടേക്ക്. ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഏതായാലും ആള് ഭയങ്കര രസികനാ. സംസാരിച്ചു നിന്നാൽ സമയം പോകുന്നത് അറിയേയില്ല, അല്ലേ? രേണുക്ക് എന്ത് തോന്നുന്നു? ആ, അയാളവിടെ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞാ വെറുതെ ഓരോ കഥ പറച്ചില്. എല്ലാവരും ഭയങ്കര രസം പിടിച്ചിരിക്കുക. എന്താ രേണുക്ക് അത് കേൾക്കണമെന്നുണ്ടോ? വേണ്ട. അതെന്ത് പറ്റി? വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ. ഇല്ല, ഞാൻ വരുന്നില്ല. അതെന്താ? അയാൾക്കൊപ്പമുള്ള സ്ത്രീയെ പേടിച്ചാണോ? അവർ വഴക്കൊന്നും പറയില്ല. രേണുക ധൈര്യമായിട്ട് വന്നോളൂ. ഇല്ല, എനിക്ക് കേൾക്കണ്ട. ശരി, താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക്. ഞാൻ നിർബന്ധിക്കുന്നില്ല. ആ, പിന്നെ ഒരു കാര്യം, ആരോടെങ്കിലുമൊക്കെ പിണങ്ങി അതിന്റെ പേരും പറഞ്ഞ് യോഗയും പ്രയറും ഒന്നും മുടക്കരുത്. ഓക്കെ? അകാരണമായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശങ്കകൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ വിപരീത ദിശയിൽ നയിക്കുന്നു എന്നത് വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെൻ കഥയുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. കഥ കേട്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ? ഒരിക്കൽ കടുത്ത ബ്രഹ്മചാരിയായ ഒരു ആചാര്യനും അയാളുടെ 2 ശിഷ്യന്മാരും പുഴയ്ക്കക്കരെയുള്ള ഒരു യാഗസ്ഥലത്തേക്ക് പുറപ്പെടുകയായിരുന്നു. തോണിക്കാരെ കാത്തു നിന്നാൽ യാഗസ്ഥലത്തെത്താൻ വൈകുമെന്ന് കണ്ട് സ്വാമിയും ശിഷ്യന്മാരും പുഴ മുറിച്ചു കിടക്കാൻ തീരുമാനിച്ചു. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ടീച്ചർ വരൂ, മുന്നിൽ വന്നിരിക്കൂ. കമോൺ, പ്ലീസ് കം. ടീച്ചർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരു ഗുരുവും അയാളുടെ 2 ശിഷ്യന്മാരും പുഴയ്ക്കക്കരെയുള്ള ഒരു യാഗസ്ഥലത്തേക്ക് പോവുകയായിരുന്നു. തോണിയില്ലാത്തതിനാൽ അവർ പുഴ നീന്തിക്കടക്കാൻ തീരുമാനിച്ചു. ഈ സമയം സുന്ദരിയായ ഒരു യുവതി അവർക്കരികിലേക്ക് വന്ന് തന്നെ കൂടി പുഴ കടക്കാൻ സഹായിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചു. സത്യത്തിൽ ആ സുന്ദരിയെ സഹായിക്കണമെന്ന് 2 ശിഷ്യന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് ബ്രഹ്മചാരിയായ ഗുരുവിന്റെ അപ്രീതിക്ക് കാരണമാവുമെന്ന് ഭയന്ന് 2 ശിഷ്യന്മാരും സുന്ദരിയുടെ സഹായ അഭ്യർത്ഥന നിരസിച്ചു. സുന്ദരി അവസാനത്തൊരു ശ്രമം എന്ന രീതിയിൽ ഗുരുവിനോട് നേരിട്ട് സഹായം അഭ്യർത്ഥിച്ചു. ഒട്ടും മടിക്കാതെ ഗുരു പറഞ്ഞു, എന്റെ തോളി പിടിച്ചിരുന്നോളൂ, ഞാൻ നിന്നെയും കൊണ്ട് ഈ പുഴ നീന്തി കിടന്നോളാം. ഗുരുവിന്റെ വാക്കുകൾ വിശ്വസിച്ച യുവതി
ഗുരുവിന്റെ തോളിൽ ചുറ്റിപ്പിടിച്ചിരുന്നു. അയാൾ അവളെയും കൊണ്ട് നിഷ്പ്രയാസം പുഴ നീന്തി കിടക്കുകയും ചെയ്തു. ശിഷ്യന്മാർക്ക് കടുത്ത നിരാശയും ഗുരുവിനോടൽപ്പം അസൂയയും തോന്നി. ബ്രഹ്മചാരിയായ ഗുരുവിനെ ഭയന്നാണല്ലോ താങ്കൾ ആ സുന്ദരിയെ കൈയൊഴിഞ്ഞത്. എന്നിട്ട് ഗുരു ആ അവസരം മുതലെടുത്തിരിക്കുന്നു. യുവതിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ തന്റെ ബ്രഹ്മചര്യം പോലും ഗുരു മറന്നിരിക്കുന്നു എന്നവർ മനസ്സിൽ കുറ്റപ്പെടുത്തി. പുഴയ്ക്കക്കരെ എത്തി യുവതിയെ അവരുടെ വഴിക്ക് വിട്ട് ഗുരുവും ശിഷ്യന്മാരും അവരുടെ യാത്ര തുടർന്നു. അപ്പൊ ഒന്നാമത്തെ ശിഷ്യൻ അല്പം പരിഹാസരൂപേണ ചോദിച്ചു, ഗുരുജി, സുന്ദരിയായ ഒരു യുവതിയെ ബ്രഹ്മചാരിയായ അങ്ങ് സ്വന്തം ശരീരത്തിൽ ചുമന്നത് തെറ്റല്ലേ എന്ന്. ഞങ്ങൾ പോലും അവളെ ഒഴിവാക്കിയത് ഞങ്ങളുടെ ബ്രഹ്മചര്യം നഷ്ടമാകുമെന്ന് ഭയന്നാണെന്ന് രണ്ടാമത്തെ ശിഷ്യനും പറഞ്ഞു. അപ്പൊ രണ്ടുപേരും നോക്കി ചിരിയോടെ ഗുരു പറഞ്ഞു, അങ്ങനെ സംശയിക്കണ്ട. എന്നേക്കാൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതെങ്ങനെയെന്ന് അമ്പരന്ന് ചോദിച്ച ശിഷ്യന്മാരെ നോക്കി ഗുരു ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നേക്കാൾ കൂടുതൽ ദൂരം നിങ്ങളാണ് ആ സ്ത്രീയെ ചുമന്നത്. ആ പുഴ കിടക്കുന്ന സമയം വരെ ഞാൻ അവളെ എന്റെ തോളിൽ ചുമന്നുള്ളൂ. പക്ഷെ നിങ്ങളാകട്ടെ ഇപ്പോഴും ആ സുന്ദരിയെ മനസ്സിൽ ചുമന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരാ അവളെ ഏറ്റവും കൂടുതൽ ദൂരം ചുമന്നതെന്നും ആരുടെ ബ്രഹ്മചര്യമാണ് അതുകൊണ്ട് നഷ്ടപ്പെടുന്നതെന്നും ചിന്തിച്ചു നോക്കൂ. ഗുരുവിന്റെ ചോദ്യത്തിൽ എളിഭ്യരായ ശിഷ്യന്മാർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി. ഇനി പറയൂ, ഈ കഥയിലെ ശിഷ്യന്മാരെ പോലെ നമ്മളും അനാവശ്യമായ സംശയങ്ങളും ആശങ്കകളും കള്ളത്തരങ്ങളും മനസ്സിൽ ചുമന്ന് നടക്കുന്നതല്ലേ നമ്മുടെ യഥാർത്ഥ കുഴപ്പം? ആ അതെ അതെ അതെ. നമ്മൾ നമ്മുടെ കർമ്മം ആത്മാർത്ഥമായിട്ട് ചെയ്യുക. മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ആശങ്കപ്പെടാതിരിക്കും. അതാണ് ഈ കഥയിലെ ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? അവരെ ഇതുവരെ കണ്ടില്ലല്ലോ അപ്പു. വരാന്നല്ലേ പറഞ്ഞേ. കുറച്ചു നേരം കൂടി നോക്കാം നമുക്ക്. ഇല്ലെങ്കിൽ അവന്മാരെ വരുത്താനുള്ള വഴി എനിക്കറിയാം. വേണ്ട അപ്പു, ഇനി നമ്മളായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും പോണ്ട. ഏയ്, അവന്മാരെ അങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവില്ല ആതിര. രണ്ടിന്റെ സ്വഭാവം തനിക്ക് അറിയാഞ്ഞിട്ടാ. കോളേജ് വെച്ച് തുടങ്ങിയതാ അവന്മാർക്ക് എന്നോടുള്ള ചൊറിച്ചില്. ദക്ഷ മാഡോ? ഹലോ. ആ മാഡം. ഇല്ല, വന്നില്ല. ഞങ്ങള് വെയിറ്റ് ചെയ്യാം. ഇല്ല, അങ്ങോട്ട് വിളിക്കാൻ പോകുന്നില്ല. എന്താ അവരുടെ പ്ലാൻ എന്ന് അറിയട്ടെ. ശരി മാഡം. മാഡം, അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശരി. സോറി അപ്പു, ഞങ്ങൾ അല്പം ഒന്ന് ലേറ്റായി. അല്പമല്ല, ഞങ്ങളിവിടെ പോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ടേ അരമണിക്കൂർ കൂടുതലായി. ഞങ്ങൾ എന്താ ലേറ്റായെന്ന് അറിയാപ്പോ? ഡേ, ഇവനുണ്ടല്ലോ ഈ സാംകുട്ടി, ഇവൻ ഇതുവരെ ഈ പെൺകുട്ടികളോട് മാപ്പ് പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളോട് മാത്രമല്ല, ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ല, എൻ്റെ അപ്പനോട് പോലും. അങ്ങനെയുള്ള ഈ നിഷ്കളങ്കനോട് താൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോ ഇവന്റെ പിഞ്ച് ഹൃദയം വല്ലാതെ അങ്ങ് പിടഞ്ഞു പോയപ്പോ പിന്നെ ആ പിടച്ചില് മാറ്റാൻ വരുന്ന വഴിക്ക് ബാറിൽ കയറി 3 ബിയർ അടിക്കേണ്ടി വന്നു. അതാ ലേറ്റായത്. എന്നിട്ട് ഇപ്പോഴും സാംകുട്ടിയുടെ പെടച്ചില് മുഴുവനായിട്ട് മാറിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ആ,
കുറച്ചുകൂടെ മാറാൻ ബാക്കിയുണ്ട്. എന്തേ? എവിടെ? ആരുമില്ലേ? പരസ്യമായിട്ട് മാപ്പ് പറയണമെന്നൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി സ്റ്റേജും ആൾക്കൂട്ടം ഒക്കെ കാണുമെന്ന്. ഇതിപ്പോ ആരുമില്ലല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയാനാണെങ്കിൽ ഈ വെയിലത്ത് വന്ന് വേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല ഹോട്ടലിലും റൂമെടുത്ത് 2 ചിൽഡ് ബിയറൊക്കെ നുണഞ്ഞ് മാറി മാറി മാപ്പ് പറഞ്ഞ് പൊളിക്കായിരുന്നല്ലോ, അല്ലേ അളിയാ? സാമ്പുട്ടി, സോറി പറയാൻ വന്നതാണെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് പോ. പറയാലോ, സോറി പറയാലോ. കാല് പിടിച്ച് പറയണോ? പറയാം. കാലോ കയ്യോ, ഇനി അതല്ല എവിടെ വേണോലും തൊട്ട് സത്യം. സാങ്കുട്ടി, നീ ഒരുപാടങ്ങ് സ്മാർട്ട് ആവല്ലേ? അതെ, അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീയും ഒരുപാടങ്ങ് സ്മാർട്ട് ആവല്ലേ. നീ എന്താ വിചാരിച്ചത്? നീ ഫോൺ ചെയ്ത് വരട്ടുമ്പോ ഞങ്ങൾ ഓടി വന്ന് നിന്റെ ഇവളുടെയും കാലേ വീണ് മാപ്പ് പറയുന്നോ? മോഹം കൊള്ളാലോ മോളെ. വരാന്നേ, ഇവനടുത്ത് ഞാൻ സമ്മതിച്ചതേ നിന്റെ ഈ സുന്ദരിക്കുട്ടിയെ ഒന്നുകൂടി കാണാൻ വേണ്ടിയാ. കാണും തോറും ഇവളോടുള്ള ഇഷ്ടം എനിക്ക് കൂടിക്കൂടി വരുവാണല്ലോ, അല്ലടാ അരുണേ? എന്ത് ചെയ്യാൻ അപ്പു? ഇവനോട് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി ഇവളെ അപ്പു ബുക്ക് ചെയ്തിരിക്കുകയാണെന്ന്. പക്ഷെ ഇവൻ ഈ കൊച്ചിനോട് മുടിഞ്ഞ പ്രേമം. ശരിക്കും ഐ ലവ് യു. ചുമ്മാ കിടന്ന് പിടക്കല്ല മോളെ. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. ആൺകോലം കെട്ടിയതുകൊണ്ട് മാത്രമാണ് ആവില്ലടി മോനെ. അതിനെ ആണത്തം വേണം. ദാ ഇതുപോലെ നല്ല ആണത്തം വേണം. അതിന് ആണായിട്ട് തന്നെ പിറക്കണം, അല്ലാതെ പിറന്നിട്ട് ആണാവാൻ നിൽക്കരുത്. കൈവിടാ, കൈവിടാനല്ലേ നിന്നോട് പറഞ്ഞേ? ഞാൻ നിന്നോട് സോറി പറയണോ അല്ലേ? പകരം ഞാൻ ഇവളോട് ഒരു ഐ ലവ് യു പറഞ്ഞല്ലോ, അതുപോരെ? കൈയെടുക്കണം നാറി. നീ ആണോടോ ഊളെ ഇവരെ ആണത്തം പഠിപ്പിക്കുന്നത്? ഇത് ആണത്തമല്ലടാ, ഊളത്തരവെന്ന് പറയും. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്തതിന്റെ കേട്. അവിടെ നിൽക്കടാ. രാജകുമാരൻ പോവാൻ വരട്ടെ, രഥത്തിൽ നിന്ന് ഇറങ്ങിയട്ടെ. നിങ്ങളാരാ? ഞാൻ ആരാന്ന് പറഞ്ഞാലേ നീ ഇറങ്ങത്തുള്ളോ? ഇറങ്ങടാ ഇങ്ങോട്ട്. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് നിൽക്കടാ. നിനക്കൊക്കെ ഞങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോ വലിയ പ്രശ്നമാണല്ലേടാ? ചേച്ചി, അത് പിന്നെ ഞങ്ങളൊന്നും ചെയ്യരുത്. എന്താടാ നിന്റെ ആണത്തൊക്കെ ഇപ്പൊ എവിടെ പോയി? നിനക്കിപ്പോ ഐ ലവ് യു എന്ന് പറയണോ? ചേച്ചി പ്ലീസ്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ, ഇനി ആവർത്തിക്കില്ല. വേണ്ടടാ, നിന്റെ സൗജന്യം ഒന്നും വേണ്ട. നീ ആവർത്തിച്ചോ. ഇനി നിന്നെ പോലുള്ള നാറുകൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളുടെ കയ്യിലൊരു മരുന്നുണ്ട്. മാപ്പ് പറയടാ. സോറി. അയ്യോ അങ്ങനെയൊന്നുമല്ല മക്കളെ, മുട്ടുമേന്നില്ലേ. നിക്കടാ, നിക്കാൻ. ഇനി ഏത്ത ഇട്ട് തൈ ഇങ്ങനെ പിടിച്ച് തല കുമ്പിട്ട് പറയണം, ഞങ്ങൾ ചെയ്ത തെറ്റാണ്, ഇനി ആവർത്തിക്കില്ലെന്ന്. പറയടാ. പറയാം. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇനി ആവർത്തിക്കില്ല. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇനി ആവർത്തിക്കില്ല. അങ്ങനെ മക്കൾ 101 തവണ പറഞ്ഞേട്ടെ. പറയടാ. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇനി ആവർത്തിക്കില്ല. 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 ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇനി ആവർത്തിക്കില്ല.